ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ മേലുമാകണം. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. In the last two videos we have studied the problems of building India. Two problems we have studied. One was partition, the other was unification of India. And the third problem that India faced after independence was a reorganization of the states. That is, divided India into different states based on language. We know Indian nationality, that is different from other nationalities in the sense that it is a mixture of different languages and cultures. We have got multifarious cultures based on the religions that is prevailing in the country, and also different languages. And without affecting the national unity, the cultural and linguistic plurality of the country have to be reflected in redrawing the internal boundaries or drawing the internal boundaries. That was a problem before the leaders of India during the post-independence, immediate post-independence period. And our national movement had promised the formation of states on linguistic basis. That is, in the Nagpur Congress session in 1920, the national leaders promised Indian people that we will be forming states based on language, different languages in the country. And as such, after independence, our leaders feared that formation of linguistic states might lead to disintegration. That was one of the fears, one of the problems that faced, whether this division of the country into states based on language will lead to disintegration. അതായത് ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്സിനെ രൂപീകരിച്ചാൽ അത് ഇന്ത്യയുടെ ഇൻ്റഗ്രേഷൻ, അതായത് സംയോജനത്തിന് വിരുദ്ധമായി പോകുമോ, അത് ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കാതെ മറ്റുള്ളവരെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വേർപെട്ടു പോകുമോ എന്നുള്ളൊരു സംശയം, ഒരു പ്രശ്നം, ഒരു ഭയം അവർക്കുണ്ടായി. Another social economic challenges are also before that. Some states may be very poor, some states may be rich. അതുപോലെ തന്നെ ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് ഫെയ്റ്റ്, അവരുടെ ദി ഫെയ്റ്റ്സ് ഓഫ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് ഹാഡ് നോട്ട് ബീൻ ഡിസൈഡഡ് final, or they were not finalized, and therefore linguistic division was a problem for our leaders. അതുകൊണ്ട് ഭാഷാടിസ്ഥാനത്തിലുള്ളൊരു വിഭജനം രാജ്യത്തെ ചിലപ്പോൾ ഒന്നുകൂടി അതിൻ്റെ യൂണിറ്റി, അതിൻ്റെ ഐക്യത്തെ തകർക്കാൻ ഇടയാകുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദി സെൻട്രൽ ലീഡർഷിപ്പ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദി മാറ്റർ. അതുകൊണ്ട് ഈ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിക്കുന്നു, അതായത് വിഭജിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതിനെ അവരെ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു. പക്ഷേ ദിസ് ഡിസിഷൻ വാസ് ചലഞ്ച്ഡ് ബൈ ലോക്കൽ ലീഡേഴ്സ് ആൻഡ് പീപ്പിൾ. ജനത്തിന് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ത്യയെ ഭാഷാടിസ്ഥാനത്തിൽ ഡിഫറൻറ്റസ് പല സംസ്ഥാനങ്ങളായിട്ട് തിരിക്കണം എന്ന് അവർ പറയണം. ദി വിശാൽ ആന്ധ്ര മൂവ്മെൻറ്റ് ഫോർ എ സെപ്പറേറ്റ് ആന്ധ്ര, ദാറ്റ് വാസ് അനദർ മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ്. ദേ ഡിമാൻഡഡ് ദാറ്റ് ദി തെലുങ്കു സ്പീക്കിംഗ് ഏരിയാസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം മദ്രാസ്. അപ്പോൾ മദ്രാസ് എന്നുള്ളൊരു പ്രോവിൻസ് ആയിരുന്നു, തെക്കൻ പ്രോവിൻസ്.
എന്ന് പറയുന്നത് മദ്രാസ് പ്രോവിൻസ്, കേരളമൊക്കെ അതിനകത്ത് ഭാഗമായിരുന്നു. അപ്പോൾ മദ്രാസ് പ്രോവിൻസ് എന്ന് വിഭജിച്ച് തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിളിനെ ഒരു പ്രത്യേക അത്തരം തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ ഒരു പ്രത്യേക വിഭാഗമാക്കി ഒരു പ്രത്യേക സംസ്ഥാനം ഉണ്ടാക്കണം എന്ന് ഈ വിശാല ആന്ധ്ര മൂവ്മെൻറ്റ് അവരെ അന്ന് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ all the political parties in Andhra Pradesh region supported this movement. All the political parties supported this movement. And another event was a Congress leader and a veteran Gandhian, വളരെ ഗാന്ധിയനായ ഒരു മനുഷ്യൻ്റെ ഒരു കോൺഗ്രസ് went on indefinite fast that led to his death after 56 days. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പോറ്റി ശ്രീ രാമലു എന്ന് പറയുന്നൊരു മനുഷ്യൻ, പോറ്റി ശ്രീ രാമലു, അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, ഗാന്ധിയനായിരുന്നു. 56 ദിവസം അദ്ദേഹം നിരാഹാരമനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം മരിച്ചു. ഇത് ആന്ധ്രാപ്രദേശിൽ വളരെയേറെ ഒരു അസ്വസ്ഥതയുള്ളതാക്കി. ഈ വളരെ ജനങ്ങളെല്ലാം ആകെ ഇളകിവശായി. പോറ്റി ശ്രീ രാമലുവിൻ്റെ മരണത്തിന് ശേഷം സെവറൽ ലെജിസ്ലേറ്റേഴ്സ് ഓൾസോ, അതായത് അന്ന് മദ്രാസ് റീജിയണിലെ ലെജിസ്ലേച്ചറിലുള്ള പലരും അന്ന് മദ്രാസ് അസംബ്ലിയിൽ നിന്ന് രാജിവെച്ചു. പ്രത്യേക ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഈ പൊളിറ്റിക്കൽ ജനങ്ങളുടെ അൺട്രസ്റ്റ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി 1952 ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചു. ആൻഡ് ആന്ധ്രാപ്രദേശ് ഈസ് ദി ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1952. അതുവഴി മരണമടഞ്ഞ, അതിനുവേണ്ടി വാദിച്ച്, അതിനുവേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ ആളുടെ പേരൂടെ ഓർത്തോണം. പോറ്റി ശ്രീ രാമലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നിരാഹാരത്തിൻ്റെ പരിണതഫലമായും ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ പരിണതഫലമായും 1952 ആന്ധ്രാപ്രദേശിന് പുതിയ സംസ്ഥാനം രൂപീകരിക്കാനിടയായി. അതിനുശേഷം ഈ ആന്ധ്രാപ്രദേശിലെ ഈ രൂപീകരണം വന്നപ്പോൾ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും തങ്ങൾക്കും ഓരോ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ഉള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായി. ജനങ്ങൾ പലർക്കും പ്രക്ഷോഭം തുടങ്ങി. ദാറ്റ് ഈസ് പീപ്പിൾ ഫ്രം അതർ പാർട്സ് ഓഫ് ദി കൺട്രി ഓൾസോ followed Andhra Pradesh, that is they agitated for Andhra Pradesh. അങ്ങനെ ആയപ്പോൾ 1953 ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരണമായി. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1953. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് the chairman of state reorganization commission was Faisal Ali, F-A-Z-A-L, Faisal Ali was the chairman of the state reorganization commission that was formed in 1953. And another act was passed in parliament, that was that state reorganization act was passed in 1956 based on the report of the commission. State reorganization act was passed in 1956, and based on that act 14 states and 6 union territories were created in India. So firstly, Andhra Pradesh was formed in 1952. It was the first linguistic state formed in India. And later in 1956, based on the act, State Reorganization Act, it was passed in the parliament in 1956. 14 states and 6 union territories were created in India. And what was the impact of formulation of linguistic states? One is regional leaders became part of national politics. Because of the formation of different states, regional leaders of these areas, for example Madras, Andhra Pradesh and other states, they became part of the national politics. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഈ പ്രാദേശിക നേതാക്കൾ കടന്നു വരാൻ തുടങ്ങി. പിന്നെ യൂണിഫോം ഡിവിഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ദാറ്റ് വാസ് അനദർ യൂണിഫോം, അതായത് എല്ലാവരും ഭാഷാടിസ്ഥാനത്തിലാണ്, പ്രത്യേകത ആർക്കും ഉണ്ടായിരുന്നില്ല. യൂണിഫോം ഡിവിഷൻ ഓഫ് സ്റ്റേറ്റ്സ്.
ഇനിയും ഇത് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർക്ക്, ഇന്ത്യ വിൽ ഡിസിൻറ്റഗ്രേറ്റ് ആഫ്റ്റർ ഫോമിങ് ദീസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നുള്ളത്. പക്ഷേ അത് മാറി. ഇപ്പോൾ ദാറ്റ് സ്ട്രെങ്തൻഡ് ദി നാഷണൽ യൂണിറ്റി, ദേശീയത കുറച്ചുകൂടെ, അതായത് ദേശത്തിൻ്റെ ഐക്യത്തെ കുറച്ചുകൂടെ ഊട്ടിയുറപ്പിക്കുവാൻ ഇത് കാരണമായി. കാരണം പലയിടത്തും ഉണ്ടായിരുന്ന അജിറ്റേഷൻസ് എല്ലാം പിൻവലിച്ചു. അങ്ങനെയായപ്പോൾ ദേശീയ ബോധമുണ്ടായി, കൂടുതൽ ഐക്യമുണ്ടായി എന്നുള്ളതാണ് അതിൽ നിന്ന് വന്ന മറ്റൊരു ഇഫക്റ്റ്. പിന്നെ ഡൈവേഴ്സിറ്റി എല്ലാവരും അംഗീകരിച്ചു. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നാനാത്വത്തിലാണ്. നമ്മുടെ ഇവിടെ വളരെ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ. ആ വൈവിധ്യത്തെ എല്ലാവരും തുടർന്ന് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ 1956 14 സ്റ്റേറ്റ്സ് രൂപീകൃതമായെങ്കിൽ പിന്നീട് വന്ന ഡെവലപ്മെൻറ്റ്സ് 1963 നാഗാലാൻഡ് രൂപീകൃതമായി, 1972 മേഘാലയ രൂപീകൃതമായി, ആസാം എന്നുള്ള പ്രദേശത്തെ പിന്നീട് വിഭജിച്ച് പല സംസ്ഥാനങ്ങളാക്കി. അരുണാചൽ പ്രദേശ് ആദ്യമായി 1972 ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. പിന്നീട് 1987 അത് ഒരു സ്റ്റേറ്റായി മാറി. സിക്കിം രൂപീകൃതമായി. ആസാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മിസോറാം 1987, ത്രിപുര രൂപീകൃതമായി. 1966 മറ്റൊരു സ്ഥലത്ത് പഞ്ചാബിനെ വിഭജിച്ചു. ഹരിയാന എന്ന് പറയുന്ന ഒരു പുതിയ സംസ്ഥാനമുണ്ടായി. പിന്നീട് പഞ്ചാബും ഹരിയാനയും 2 സംസ്ഥാനങ്ങളായി. അതിനുശേഷം ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ടായി. അപ്പോൾ പിന്നീട് ഈ പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി പിന്നീടും തുടർന്നുകൊണ്ടിരുന്നു. ഈ 14 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് ആളുകൾ, ചെറിയ പ്രദേശങ്ങളിലുള്ള ആളുകൾ, അവർക്ക് പുതിയ സ്റ്റേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ആസാം ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു. അതിനെ വിഭജിച്ച് 7 സംസ്ഥാനങ്ങളാക്കി. 7 സംസ്ഥാനങ്ങൾ, അവയെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2000 ജാർഖണ്ഡ് ഉണ്ടായി, ഛത്തീസ്ഗഡ് ഉണ്ടായി, ഉത്തരാഖണ്ഡ് ഉണ്ടായി. 2000 അങ്ങനെ 3 പുതിയ സ്റ്റേറ്റ്സ്, ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗവും അതുപോലെ മധ്യപ്രദേശിൻ്റെ ഭാഗവും എല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് 3 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. 2014 നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകണം, ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലുങ്കാന രൂപീകരിച്ചു. പിന്നീട് BJP സർക്കാർ ഈയിടെ കാശ്മീരിനും അതുപോലെ തന്നെ കാശ്മീരിലെ ആ സംസ്ഥാന പദവി നഷ്ടപ്പെടുത്തി അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. 3 യൂണിയൻ ടെറിട്ടറികളാക്കി. അപ്പർ കാശ്മീർ, പിന്നെ ജമ്മു, പിന്നെ ലഡാക്ക് എന്ന് പറയുന്ന 3 ടെറിട്ടറി ആക്കിയതിനെ പറ്റി റീസെൻ്റായിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പ്രസൻറ്റ് ഹിസ്റ്ററിയിലുള്ളതാണ്, നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രത്യേകത യൂണിയൻ ടെറിട്ടറീസ് വിഭജനം, അതായത് സ്റ്റേറ്റ്സായിട്ട് വിഭജിച്ചപ്പോൾ ആദ്യം 14 സ്റ്റേറ്റ്സ് ആക്കിയത് 1956 പിന്നീടുണ്ടായ സ്റ്റേറ്റ്സിൻ്റെ രൂപരേഖകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 1966, 1963, 1987, 1987, 1972 ഇവയൊക്കെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഇവയൊക്കെ പിന്നീട് കുറച്ചുകൂടെ വിപുലമായിട്ട് നമ്മൾ നേരിൽ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. 2000 ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും രൂപീകൃതമായി. അതുപോലെ തന്നെ 2014 തെലുങ്കാന രൂപീകൃതമായി എന്നുള്ളത്, ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലുങ്കാന രൂപീകൃതമായി എന്നുള്ള വിവരവും നിങ്ങൾ അറിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പിന്നീട് തരുന്നതാണ്. ഇങ്ങനെ ഈ ന്യൂ സ്റ്റേറ്റ്സിന് വേണ്ടിയുള്ള ഡിമാൻഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി ഇപ്പോൾ നിലനിന്നു എന്ന് പറയാനാവില്ല. മൂവ്മെൻറ്റ്സ് ഫോർ വിദർഭ, ഉദാഹരണമായിട്ട് മഹാരാഷ്ട്രയിൽ വിദർഭ, പിന്നെ ഹരിത് പ്രദേശ്, അത് ഉത്തർപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ഹരിത പ്രദേശ്, അതായത് ഹരിത് പ്രദേശ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും മുറവിളി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 3 എപ്പിസോഡിലായിട്ട് പഠിച്ച കാര്യങ്ങളെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യുകയാണ്. ഒന്ന്, ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു ബിൽഡിംഗ് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിൽഡിംഗ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൽ 3 പ്രധാനപ്പെട്ട ചലഞ്ചസ്, വെല്ലുവിളികൾ അവർ നേരിട്ടു. ഒന്നാമത്തെ പാർട്ടീഷനാണ്. 2, റീഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് പ്രിൻസിലി സ്റ്റേറ്റ്സ്.
and the third one is division of the nation into different states based on language. ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അത് അയച്ചു തരണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ നോട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യണം. അത് പിന്നീട് നമുക്ക് ഉപകാരപ്രദം ആകും. നമ്മൾ തമ്മിൽ കാണുമ്പോൾ അത് കാണിക്കാനുള്ള വിധത്തിൽ ഭംഗിയായിട്ട് ഒരു നോട്ട്ബുക്കിൽ അത് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. പക്ഷേ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കരുത്. ചിലപ്പോൾ വീട്ടിൽ അത് 9446403385 ഞാൻ നിങ്ങളോട് നേരത്തെ നമ്പർ പറഞ്ഞിരുന്നു. 9446403385 ആ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾ വിളിക്കുമ്പോൾ എൻ്റെ ലാൻഡ് ലൈനിൽ വിളിക്കണം. അത് 0481247385 0481247385. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മളുടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കണം. ഇത് നോട്ട് ചെയ്യാതെ പോകരുത്. എല്ലാറ്റിനെ പറ്റിയും ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ എനിക്ക് അയച്ചു തരികയും ചെയ്യണം. സംശയമുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വരികയോ, നിങ്ങൾക്ക് സംശയമുള്ളത് എഴുതി വാട്സാപ്പിൽ അറിയിക്കാം. വാട്സാപ്പിൽ അറിയിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ മൊബൈൽ നമ്പർ ഉപയോഗിക്കുക, 9446403385. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.